നിഗൂഢതകൾ നിറഞ്ഞതാണ് ആമസോൺ വനപ്രദേശം. അതിൽ പ്രധാനമാണ് ഡെവിൾസ് ഗാർഡൻ. ഒരേ മരങ്ങളുള്ള തോട്ടം കണ്ടപ്പോൾ ആമസോൺ നിവാസികൾക്ക് അതൊരു വിചിത്ര സംഭവമായി തോന്നി. അത് ദുഷ്ടാത്മാവിന്റെ തോട്ടം എന്നവർ വിളിച്ചു. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി അത് ഉറുമ്പുകളുടെ കൃഷിയാണ് എന്നുള്ളത്. ഡെവിൾസ് ഗാർഡൻ എന്ന വിചിത്ര വനപ്രദേശമാണിത്. ആമസോണിൽ ചില സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക വൃക്ഷം മാത്രം വളരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതുണ്ടാക്കുന്നത് ഒരു പ്രത്യേക ഉറുമ്പിനമാണ്. അവ മറ്റു ചെടികളെ നശിപ്പിച്ച് ഈ വൃക്ഷത്തെ മാത്രം നിലനിർത്തുന്നു. ഡെവിൾസ് ഗാർഡൻ ഉണ്ടാക്കുന്ന ഈ ഉറുമ്പുകൾക്ക് സ്വന്തം മരങ്ങൾ വളരണമെന്നതാണ് ലക്ഷ്യം. അതിനാൽ ഇവ ചുറ്റുമുള്ള മറ്റു സസ്യങ്ങളുടെ ഇരകളിൽ ഫോമിക് ആസിഡ് എന്ന രാസവസ്തു ഇഞ്ചക്ട് ചെയ്ത് അവയെ കൊല്ലുന്നു. ഇതിന്റെ ഫലമായി ആ പ്രദേശത്ത് ഡ്യൂറിയ ഹിസ്റ്റുറ മാത്രം വളരുന്ന വലിയ സ്ഥലങ്ങളുണ്ടാകും. ഈ പ്രദേശങ്ങൾ ഡെവിൾസ് ഗാർഡൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മെമിസ്റ്റോലിസ്റ്റ ഷുമാനി ഉറുമ്പുകൾ ഡ്യൂറിയ ഹിസ്റ്റുല മരത്തിന്റെ ശൂന്യമായ തണ്ടുകൾക്കുള്ളിൽ കോളനികൾ നിർമ്മിച്ച് ജീവിക്കുന്നു. മരത്തിൽ നിന്ന് ഇവയ്ക്ക് ഭക്ഷണവും സുരക്ഷിതമായ താമസ സ്ഥലവും ലഭിക്കുന്നു. ചില ഡെവിൾസ് ഗാർഡൻ പ്രദേശങ്ങൾ 800 വർഷം വരെ പഴക്കമുള്ളതാണ്. ഒരു കോളനിയിൽ 3 മില്യൺ വരെ ഉറുമ്പുകളാണ് ഏകദേശം ഉണ്ടാകുന്നത്. ചില ഗാർഡനുകളിൽ 600 വരെ മരങ്ങളും ഉണ്ടാകാം. എന്തായാലും ആ ഒരു തോട്ടത്തിൽ കടക്കുക എന്നുള്ളത് ദുഷ്കരം തന്നെയാണ്. കാരണം അത്രയധികം ഉറുമ്പുകളാണ് അതിൽ വസിക്കുന്നത്.